നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ആഴത്തിലുള്ള ഒരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. പാസ്റ്റർ എൽവിസ് നൽകിയ അതിമനോഹരമായൊരു സന്ദേശത്തെ അടിസ്ഥാനമാക്കി 1 കൊരിന്ത്യർ 2:16 പറയുന്ന ക്രിസ്തുവിന്റെ മനസ്സ് എന്ന ആത്മീയ ആശയത്തിന്റെ ഉള്ളറകളിലേക്കാണ് നമ്മളിന്ന് ഇറങ്ങിച്ചെല്ലുന്നത്. ഇതൊരു സാധാരണ പഠനമല്ല കേട്ടോ, നമ്മുടെ ചിന്താഗതികളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണിത്. ശരി, ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗത്തിൽ ഈ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? പക്ഷേ ദൈവത്തെ ഉപദേശിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? യെശയ്യാവ് 53 അധ്യായത്തിൽ നിന്നും 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. കർത്താവിന്റെ മനസ്സ് ആരാണ് അറിഞ്ഞിട്ടുള്ളത്? പാസ്റ്റർ എൽവിസ് തന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് ഇതാണ്: ദൈവത്തെ ഉപദേശിക്കാനോ ദൈവത്തിന് എന്തെങ്കിലും പുതിയതായി പഠിപ്പിച്ചു കൊടുക്കാനോ കഴിവുള്ള ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. ദൈവത്തിന്റെ അറിവും ചിന്തകളും മനുഷ്യന്റെ പരിമിതമായ ബുദ്ധിക്ക് തീർത്തും അപ്രാപ്യമാണ്. അത്രത്തോളം വിശാലമാണത്. ശരി, ഇന്നത്തെ ഈ പഠനത്തിൽ നമ്മൾ കടന്നുപോകുന്ന വഴികൾ ഒന്ന് വേഗത്തിൽ നോക്കാം. പ്രധാനമായും 5 കാര്യങ്ങളാണ് നാം പരിശോധിക്കുന്നത്. 1. ദൈവത്തിന്റെ മനസ്സ് എങ്ങനെയൊരു രഹസ്യമായിരിക്കുന്നു. 2. ഈ മനസ്സിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്. 3. ക്രിസ്തുവിന്റെ മനസ്സിന്റെ സ്വഭാവങ്ങൾ. 4. താഴ്മയുടെയും നന്മയുടെയും പാത. അവസാനമായി സഭയിലെ ഐക്യം. അതിലാദ്യത്തെ കാര്യം നോക്കാം. ദൈവത്തിന്റെ മനസ്സെന്നത് ഒരു വലിയ രഹസ്യമാണ്. പാസ്റ്റർ തന്റെ പഠനത്തിൽ വളരെ വ്യക്തമായി എടുത്തുപറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്: ദൈവത്തിന്റെ ബുദ്ധി എത്രമാത്രം അഗ്രാഹ്യമാണ് എന്നത്. ചിന്തിച്ചു നോക്കൂ. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവനാർ, അവന് മന്ത്രിയായിരുന്നവനാർ. റോമർ 11:34 ഈ വചനം അത് വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. നമ്മൾ എത്ര വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ മന്ത്രിയായിട്ടോ ഉപദേശകനായിട്ടോ നിൽക്കാൻ ഒരു സാധാരണ മനുഷ്യനും കഴിയില്ല. ദൈവത്തോട് ഇത് ചെയ്യരുത്, അത് ചെയ്യണം എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അതുകൊണ്ടുതന്നെ ദൈവത്തിന്റെ വഴി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബുദ്ധി മാത്രം പോരാ, പകരം ക്രിസ്തുവിന്റെ മനസ്സ് നമുക്ക് ലഭിക്കുക എന്നത് തികച്ചും അനിവാര്യമാണ് എന്ന് ഈ സന്ദേശം ഉറപ്പിച്ചു പറയുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ മനസ്സിനെക്കുറിച്ച് സംസാരിച്ചല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഈ മനസ്സിന്റെ ലക്ഷ്യം? മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചിന്തിക്കുക? വെറുതെ കുറേ കാര്യങ്ങൾ ആലോചിക്കാനുള്ള ഒരു സംവിധാനം അല്ലേ? എന്നാൽ ഈ സന്ദേശത്തിൽ മനസ്സ് എന്നതിനെ കൃത്യമായി നിർവചിക്കുന്നത് അങ്ങനെയല്ല. പാസ്റ്റർ എൽവിസ് 2 പ്രധാന തിരുവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് വിശദീകരിക്കുന്നത്. ലൂക്കോസ് 24:45 തിരുവെഴുത്തുകളെ മനസ്സിലാക്കാൻ തക്കവണ്ണം യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ ദാനിയേൽ 1:8 രാജാവിന്റെ ഭക്ഷണം കഴിച്ച് തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ദാനിയേൽ തന്റെ മനസ്സിൽ ഉറപ്പിച്ചു അഥവാ തീരുമാനിച്ചു എന്ന് കാണാം. അതുകൊണ്ട് മനസ്സെന്നത് വെറുതെ ചിന്തിച്ചു കൂട്ടാൻ മാത്രമുള്ളതല്ല, അത് കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒരു ശരിയായ തീരുമാനമെടുത്ത് അതിൽ ഉറച്ചു നിൽക്കാനുമുള്ളതാണ്. റോമർ 8:6 ഉദ്ധരിച്ചുകൊണ്ട് പഴയ അഴിമതി നിറഞ്ഞ മനുഷ്യ സ്വഭാവത്തെയും ആത്മീയമായി പക്വത പ്രാപിച്ച പുതിയ സ്വഭാവത്തെയും ഇവിടെ ശക്തമായി താരതമ്യം ചെയ്യുന്നുണ്ട്. ജഡത്തിൽ അഥവാ ലൗകിക കാര്യങ്ങളിൽ മാത്രം മനസ്സുവെക്കുന്നത് അവസാനം മരണത്തിലേക്കും അശാന്തിയിലേക്കുമാണ് നമ്മെ നയിക്കുന്നത്. എന്നാൽ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആത്മാവിൽ മനസ്സുവയ്ക്കുന്നത് ജീവനും അതിയായ സമാധാനവും നൽകുന്നു. ക്രിസ്തുവിന്റെ മനസ്സ് എപ്പോഴും ആത്മീയ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിന്റെ മനസ്സിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്? അതാണ് നമ്മൾ മൂന്നാമതായി നോക്കുന്നത്. പാസ്റ്റർ ഇവിടെ കൃത്യമായി 7 സവിശേഷതകളാണ് എടുത്തു കാണിക്കുന്നത്. നമുക്കതൊന്ന് പരിശോധിക്കാം. ഇതിൽ ആദ്യത്തെ 4 സ്വഭാവങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. 1. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ തന്നെ സമാധാനത്തിനും ജീവനുമായി ആത്മാവിൽ മനസ്സുവയ്ക്കുന്നു. 2. റോമർ 12:2 പറയുന്നതുപോലെ ദൈവത്തിന്റെ ഹിതമെന്താണെന്ന് അന്വേഷിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കുന്നു. 3. പഴയ കാര്യങ്ങളും ആ പഴയ മനുഷ്യപ്രകൃതിയും ഉപേക്ഷിച്ച് എപ്പോഴും പുതിയതായി മാറാൻ ആഗ്രഹിക്കുന്നു. 4. ആത്മീയമായി പൂർണ്ണ വളർച്ചയിൽ അഥവാ പക്വതയിലെത്താൻ ആഗ്രഹിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മനസ്സ് എന്നത് വളരെ ആഴമുള്ളതും പൂർണ്ണ പക്വതയുള്ളതുമാണ്. ഇനി 4ാമത്തെ ഭാഗം, താഴ്മയുടെയും നന്മയുടെയും പാത. ഈയൊരു ചിന്താഗതി നമ്മുടെ വ്യക്തിബന്ധങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. 5ാമത്തെ സവിശേഷത കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും: അങ്ങേയറ്റത്തെ താഴ്മ. യേശുക്രിസ്തു ദൈവത്തിന് തുല്യനായിരുന്നുവെങ്കിലും ആ സ്ഥാനം മുറുകെ പിടിക്കാതെ സ്വയം ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നും അറിയാത്തവനെപ്പോലെ സാധാരണക്കാരായ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരെ സേവിച്ചു, അവരുടെ കാലുകൾ പോലും കഴുകി. ഈയൊരു താഴ്മ ക്രിസ്തുവിന്റെ മനസ്സിന്റെ വളരെ വലിയൊരു പ്രത്യേകതയാണ്. 6ാമത്തെ സ്വഭാവം റോമർ 15 അധ്യായത്തിൽ നിന്നാണ് വരുന്നത്. പാസ്റ്റർ എൽവിസ് ഇവിടെ നൽകുന്ന ആ ക്രൂശിലെ ഉദാഹരണം ഒന്നോർത്തു നോക്കൂ.
ക്രൂശിൽ കിടക്കുമ്പോൾ തന്റെ ഇരുവശത്തുമുണ്ടായിരുന്ന കള്ളന്മാരും താഴെ നിന്നവരുമെല്ലാം യേശുവിനെ നിന്ദിച്ചപ്പോൾ യേശു തിരിച്ച് അവരെ ആരെയും ശപിച്ചില്ല. മറ്റുള്ളവരുടെ നിന്ദകൾ സ്വന്തം ചുമലിലേറ്റാനും തന്നെയല്ല, മറിച്ച് തന്റെ അയൽക്കാരന്റെ നന്മ അന്വേഷിക്കാനുമുള്ള വലിയൊരു മനസ്സായിരുന്നു അത്. ഈ സ്നേഹവും സഹിഷ്ണുതയുമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മനസ്സിന്റെ അടയാളം. ഇതൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു അന്തിമ ലക്ഷ്യമുണ്ട്. അതാണ് 5-ാമത്തെ ഭാഗം, സഭയിലെ ഐക്യം. 7-ാമത്തെയും അവസാനത്തെയും സ്വഭാവം ശ്രദ്ധിക്കുക. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പിതാവും പുത്രനും തമ്മിൽ തികഞ്ഞ ഐക്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അവർ പരസ്പരം കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. സഭയിലെ വിശ്വാസികൾക്കിടയിലും ഇതേ ഐക്യവും പരസ്പരമുള്ള കേൾവിയും ഉണ്ടാകണമെന്നാണ് ക്രിസ്തുവിന്റെ മനസ്സ് നമ്മോട് ആവശ്യപ്പെടുന്നത്. അവിടെ ആരും വലിയവരല്ല, എല്ലാവരും പരസ്പരം കേൾക്കാൻ തയ്യാറാകണം. ഇതിന്റെയൊക്കെ റിസൾട്ട് എന്താണെന്നല്ലേ? റോമർ 15:6 പറയുന്നതുപോലെ നമ്മൾ ഇത്തരത്തിൽ ഒരുമയുള്ളൊരു മനസ്സ് കാത്തു സൂക്ഷിക്കുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തർക്കങ്ങൾക്കും യാതൊരു സ്ഥാനവുമില്ല. എല്ലാവരും ക്ഷമയോടെ പരസ്പരം കേൾക്കും. ഒടുവിൽ സഭ മുഴുവൻ ഏക മനസ്സോടെയും ഏകസ്വരത്തോടെയും ദൈവത്തെ മഹത്വപ്പെടുത്താനിത് കാരണമാകുന്നു. അതാണ് ഈ ആത്മീയ ഐക്യത്തിന്റെ ഏറ്റവും വലിയ ഫലം. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ 7 കാര്യങ്ങൾ വെച്ച് സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ തീരുമാനങ്ങളും മറ്റുള്ളവരോടുള്ള ഇടപെടലുകളുമൊക്കെ ഈ ക്രിസ്തുവിന്റെ മനസ്സിലൂടെയാണോ നിങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നത്? ആ താഴ്മയും മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സും ആത്മീയ കാര്യങ്ങളിലുള്ള താൽപ്പര്യവും നമ്മിലുണ്ടോ? ഈ ഒരു ചോദ്യം നിങ്ങളിലേക്ക് തന്നെ നൽകിക്കൊണ്ട് ഇന്നത്തെ വിശകലനം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഈ പഠനം നിങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.